നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം ഒരു ടൂൾ കിറ്റാണ്. നമ്മളെ എല്ലാവരുടെ വീട്ടിലും ആവശ്യമുള്ള ഒരു ടൂൾ കിറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ DIY വീഡിയോ ചെയ്തിരുന്നു, അപ്പം എൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൂൾ കിറ്റാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പം എല്ലാ വീട്ടിലും യൂസ് വരുന്ന ഒരു സാധനമാണ്. കാണിച്ചാൽ ഒരു ഫോട്ടോ തൂക്കണമെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ ആണി അടിച്ചാൽ വളഞ്ഞു പോകും. അപ്പോഴത്തേക്കും നമുക്ക് ഡ്രില്ല് ചെയ്ത് വാൾ പ്ലഗ് അടിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹോൾ ഇടാനായാലും എന്താവശ്യത്തിനായിരുന്നാലും ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോയിലോട്ട് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടൂൾ കിറ്റ്. നല്ല പ്രീമിയം പെട്ടിയാണ്. ഈ ഒരു പെട്ടിയുടെ ക്വാളിറ്റി തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇപ്പോൾ ബോഷിൻ്റെതായതുകൊണ്ട് അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല വേറെ ലെവൽ ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടൂൾസും ഇതിനകത്ത് തന്നെ വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ആ ഒരു ടൂൾ കിറ്റ് മൊത്തം വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കറക്കി കാണിച്ചു തരാം ചുറ്റിനുള്ളത്. ഇപ്പോൾ കൊള്ളാൻ നല്ല വേറെ ലെവൽ പ്രീമിയം ലെവലാണ്. അപ്പോൾ ഈ സൈഡിലൊരു സീലുണ്ട്, നമ്മുടെ വാറൻറ്റിയാണ്. അത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാറൻറ്റി സ്റ്റാർട്ടാവും. അത് ഒറിജിനലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീലാണ് ബോഷിൻ്റെ. അപ്പോഴത്തേക്കും നമുക്കിത് ഒന്ന് തുറന്നകത്ത് എന്തോന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ സൈഡിൽ കാണുന്ന ചുമന്ന 2 ക്ലിപ്പ് വലിക്കുമ്പോൾ തന്നെ ഇത് തുറന്ന് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഫുൾ ടൂൾ കിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു പെട്ടിക്ക്. ഓക്കെ, ആദ്യം നമ്മളൊരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു മെഷറിംഗ് ടേപ്പ് കിട്ടുന്നുണ്ട്. ഏകദേശം 200 സെൻറ്റിമീറ്ററോളം വരുന്ന ഒരു ടേപ്പാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ടേപ്പ് തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടേപ്പ് തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് ആ ഒരു ടേപ്പ് വരുന്നത്. അത്യാവശ്യം എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു ടേപ്പ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രൂ ഇളക്കാനുള്ള ആ ഒരു ബിറ്റുകളാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു സ്ക്രൂ ഡ്രൈവറിനകത്തൊക്കെ വരുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനും ഇളക്കാനും ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ സ്ക്രൂവും വാൾ പ്ലഗൊക്കെ വരുന്നുണ്ട്. അത് വയ്ക്കാനുള്ള സ്ഥലവും അവിടെ ഉണ്ട്. ഒരു 3 സെറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ തീർന്നു പോയാലും നമുക്ക് വാങ്ങിച്ച് അതിനകത്തിട്ട് അത് അടച്ച് വയ്ക്കുക. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അതിനകത്ത് വെച്ച് തന്നിട്ടുണ്ട് അവർ. ഓക്കെ, അതായത് 3 എണ്ണം അതിനകത്ത് വെച്ച് അടയ്ക്കാം നമുക്ക്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു കത്തി വരുന്നുണ്ട്. അപ്പോൾ നല്ല കത്തിയായിരുന്നു. എൻ്റെ ഒരു റിഫ്യൂസ് കാരണം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഞാൻ ഇതൊരു 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ സൈഡിൽ ഒരു ബിറ്റ് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വഴിയാണ് നമുക്ക് ആ ഒരു സ്ക്രൂ ഇളക്കാനുള്ള ആ ഒരു ബിറ്റ് ഇതിനകത്ത് ഇടേണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അത് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക ഇളക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ഡ്രില്ലറിൽ വെക്കേണ്ട അറ്റാച്ച്മെൻറ്റാണ്. ഇവിടെ നമുക്കൊരു കാലി സ്പേസ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഹാൻഡ് ഹെൽഡായിട്ട് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അത് ഇതിൻ്റെ കൂടെ വരുന്നില്ല. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബിറ്റ് സെറ്റാണ്. ആദ്യം തടിയുടെ, പിന്നെ കോൺക്രീറ്റ്, പിന്നെ മെറ്റലിൻ്റെയാണ് വരുന്നത് ബിറ്റുകൾ. അപ്പോൾ ഇത്രയും സെറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ തടിയുടെ ഏറ്റവും വലിയ ബിറ്റ് വരുന്നത്. തടിയിൽ ഡ്രിൽ ചെയ്യേണ്ട. ഇത് നമ്മുടെ കോൺക്രീറ്റിൻ്റെയാണ്, കോൺക്രീറ്റിൽ ഡ്രിൽ ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ മെറ്റലിൻ്റെയാണ്, മെറ്റലിൽ ഡ്രിൽ ചെയ്യേണ്ടത്. പിന്നെ താഴെയാണ് നമ്മുടെ മെയിൻ സെക്ഷൻ വരുന്നത്. അപ്പോൾ താഴെ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. അപ്പോഴത്തേക്ക് താഴെ നമുക്ക് ആദ്യം കാണാനുള്ളത് ഹാമറാണ്. നല്ലൊരു ഹാമർ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാമർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. നല്ല സെറ്റ് ഹാമറാണ്, നല്ല വെയിറ്റുള്ള ഹാമറാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ സോക്കറ്റ് സെറ്റാണ്. സോക്കറ്റ് സ്ക്രൂസ് ഉണ്ട്, അത് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് സെറ്റാണിത്. അതായത് നമ്മുടെ ഈ ഒരു റൂഫ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് യൂസ് വരും. നമ്മുടെ വീട്ടിൽ യൂസ് വരുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു കട്ടിംഗ് പ്ലെയർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് വരുന്നത്, നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറാണ്. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും ആവശ്യമുള്ളതാണ്. കാരണം ഓരോ സ്പാനറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്ന സ്പിരിറ്റ് ലെവലാണ്. നമ്മൾ ആ സാധനം സ്ട്രെയിറ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പിരിറ്റ് ലെവലാണ്. ഓക്കെ, അത് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നമ്മുടെ 500 REയുടെ ബോഷിൻ്റെ ഡ്രില്ലിംഗ് മെഷീനാണത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഡ്രില്ലിംഗ് മെഷീനിന്. പിന്നെ അതിൻ്റെ ഒരു കീയും വരുന്നുണ്ട്. പിന്നെ അതായത് നമുക്കിവിടെ കാണാൻ ഇത് ലോക്ക് ചെയ്യേണ്ട ഒരു സംഭവം ഈ ഡ്രില്ലറിലുണ്ട്. അതായത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് തന്നെ വെക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി കറങ്ങിക്കൊണ്ട് നിൽക്കും.
പിന്നെ ഇവിടെ നമ്മുടെ ആ ഒരു റിവേഴ്സും ഫോർവേഡും ആക്കാനുള്ള ഒരു ബട്ടണുണ്ട്. ഇത് റിവേഴ്സ്, മറ്റേത് ഫോർവേഡ്, ഇങ്ങോട്ട് തള്ളിയ ഫോർവേഡ്, അങ്ങനെയുള്ള ഒരു ബട്ടണുണ്ട്. പിന്നെ മോഡിൽ ഇവിടെ നമുക്ക് 2 മോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇട്ടേക്കുന്ന മോഡെന്ന് പറയുമ്പോൾ തടിയൊക്കെ തുറക്കാനുള്ള മോഡാണ്. തടി മെറ്റലിലുള്ള സാധനങ്ങൾ തുറക്കാനുള്ളതാണ്. അപ്പം നമുക്ക് കോൺക്രീറ്റ് തുറക്കണമെങ്കിൽ ഹാമറിങ് മോഡിൽ ഇടണം, എന്നാലേ നല്ല പവർഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ബോഡി, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ബോഷ് കമ്പനി നമുക്ക് തരുന്നത്. വൺ ഓഫ് ദ പ്രീമിയം ക്വാളിറ്റിയുള്ള കമ്പനിയാണ് ഈ ഒരു ബോഷാണ് നമ്മുടെ ഈ ഒരു ടൂൾസിൽ. ഓക്കെ, ഇതുപോലെ നമ്മൾ ആ ഒരു ചെക്ക് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ബിറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ കൈ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കീ വെച്ച് നമുക്ക് ആ ഒരു ഹോളിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഡ്രിൽ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമ്മളിവിടെ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു പെട്ടി വാങ്ങണമെങ്കിൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ അത് ഞാൻ പറയുന്നത് അത് വാങ്ങേണ്ടതെന്നാണ്. കാരണം ഇത് മാത്രമായിട്ട് വാങ്ങാൻ തന്നെ ഏകദേശം 2000 രൂപ കൊടുക്കണം. ഇതെല്ലാം കൂടെ 3500 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു ടൂൾ കിറ്റ് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പണിയും ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എല്ലാ പണിയും ഇത് വെച്ചാണ് ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത്, ഈ ഒരു ഡ്രില്ലർ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ആ ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിട്ടിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും